മാർക്കോ എന്ന സിനിമ ഉണ്ടാക്കിയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. PC അഭിലാഷ് എന്ന വ്യക്തി പടത്തുവിട്ട പുതിയ വിവാദങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പൗർണമി ഇത് കേട്ടായിരുന്നോ? കേട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി, അതായത് ഈ മാർക്കോയുടെ റിലീസിന് ശേഷം അത്യാവശ്യം അത് ജനശ്രദ്ധ പിടിച്ച് വാങ്ങിയതിന് ആ ഒരു സമയം തൊട്ട് ആ സിനിമയ്ക്കെതിരെയുള്ള സിനിമയ്ക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് തുടരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ അതിനെപ്പറ്റി ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതുമാണ്. ഓൾമോസ്റ്റ് അത് കെട്ടടങ്ങിയെന്ന് വിചാരിച്ചു. എപ്പോഴാ അതിൻ്റെ നിർമ്മാതാവ് തന്നെ ഇനി അത്തരത്തിലുള്ള സിനിമകൾ താൻ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല, അല്ലെങ്കിൽ താൻ എടുക്കില്ല എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിൻവാങ്ങി. അതിനുശേഷം പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇത് മറന്നുപോയി, അല്ലെങ്കിൽ എല്ലാവരും ഇതിനകത്തെ ക്രൈം സീൻസിനെ പറ്റി അല്ലെങ്കിൽ ക്രൂവൽറ്റിയെ പറ്റി പറയുമ്പോൾ ആരും തന്നെ അതിനകത്ത് നടന്ന സീൻസിനെ എടുത്തു പറഞ്ഞ് വിമർശിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി അതിൽ നടന്ന ഓരോ സംഭവങ്ങളും അല്ലെങ്കിൽ ഓരോ സീനുകളെയും എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഫസ്റ്റ് ഹാഫ് വരെ മാത്രമേ താൻ തിയേറ്ററിൽ ഈ സിനിമ കണ്ടുള്ളൂ, അതിനുശേഷം ഈ പറയുന്ന പോലുള്ള വയലൻസ് ഒന്നും ഇല്ലാന്ന് തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും സെക്കൻഡ് പാർട്ടിൽ നിന്ന് കണ്ടത്. അത് കണ്ടപ്പോൾ അത് ഒരു സാമൂഹ്യ വിപത്ത് എന്ന് തന്നെ തനിക്ക് തോന്നി. അതായത് ഇങ്ങനെ ഒരു സിനിമ, അതായത് ഒരു സിനിമാ മേഖലയിൽ താൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സിനിമയ്ക്കെതിരെ താൻ പറയുന്നത് എന്ന് പോലും പറഞ്ഞുകൊണ്ട്, ഞാൻ ആ സീൻസ് വീണ്ടും വിശകലനം ചെയ്യുന്നില്ല, പക്ഷേ അതിൽ നടന്ന ഓരോ സീൻസും, അതിൽ ആ ഒരു സീൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താണോ തോന്നിയത് അത് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വിമർശനങ്ങൾ കെട്ടഴിച്ചു വിട്ടത്. അല്ലെ, അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനങ്ങൾ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. അതായത് ഒരു സാമൂഹ്യ വിപത്തെന്ന് മാത്രമല്ല, അത് കുട്ടികൾ ഒരു കൊറിയൻ സിനിമയിലും അദ്ദേഹമല്ല ഇത്തരത്തിലൊരു ക്രൂരത കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം. നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട്, കൊറിയൻ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ മാർക്കോയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന തരത്തിലുള്ള ക്രൂരതകൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾ ഒരിക്കലും മറ്റൊരു കൊറിയൻ സിനിമയാണല്ലോ നമ്മൾ എല്ലാത്തിനും ആധാരമാക്കി ഇപ്പോൾ പറയുന്നത്. കൊറിയൻ സിനിമയിൽ അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ കൊറിയൻ സിനിമയിൽ ഇങ്ങനെ ഇത്രത്തോളം ഡീപ്പ് വയലൻസ് ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. പക്ഷെ അല്ല എന്നാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം. പുള്ളി പറയുന്നത് ഒരു കൊറിയൻ സിനിമയിലും പുള്ളി ഇത്തരത്തിലൊരു ഡീപ്പ് വയലൻസ് കണ്ടിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്കൊന്നും പുള്ളി ഒരുപാട് കൊറിയൻ സിനിമകൾ മറ്റു സിനിമകളൊന്നും കാണാത്തോണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അതിന് താഴെ കമന്റ്സ് ആയിട്ട് താനിപ്പോ ഏതൊക്കെ കൊറിയൻ സിനിമസ് കണ്ടിട്ടുണ്ട്. കൊറിയൻ സിനിമ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. നമ്മൾ ഈ മലയാളം എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ എക്സ്പ്ലനേഷൻ തരുന്ന ആ ഒരു സാധനം കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കാനിച്ചുകൊണ്ട് ഓടും. അതുപോലെ ടൈപ്പ് ഓഫ് കൊറിയൻ സീരീസുകൾ വല്ലാത്ത മലയാള സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ ഈ ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രഞ്ച് സിനിമകൾ കുറെ കൂടെ ലൈംഗികതമായിട്ടുള്ള ഈ അട്രോസിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു സിനിമകളാണ്. പക്ഷേ കൊറിയൻ സിനിമകളാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള, അത് ഹൊറർ സിനിമയായാലും അത് പ്രേമ സിനിമയായാലും അല്ലെങ്കിൽ അതൊരു വയലൻസ് സിനിമയായാലും നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് ഉള്ളത് ഈ കൊറിയൻ സിനിമകൾ തന്നെയാണ്. കൊറിയൻ സിനിമ വന്നതിന് ശേഷം കൊറിയൻ ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ജനറേഷൻ തന്നെയാണ്, കെ ഫാൻസ് ഉള്ള. നേരത്തെ മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സീരിയൽ അല്ലെങ്കിൽ മലയാളം താല്പര്യം ഇല്ലാത്തവര് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദി സിനിമാസ് ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷേ ആ ഒരു ജനറേഷനും കഴിഞ്ഞ് ഇപ്പോൾ ആരെ എങ്ങോട്ട് നോക്കിയാലും, ഈവൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഈ കൊറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണശാലകൾ തന്നെ, റെസ്റ്റോറൻറ്റ്സ് തന്നെ എവിടെയൊക്കെ ഓപ്പൺ ചെയ്യുന്നു. അതിനൊക്കെ അർത്ഥം എന്താ? അത്രയധികം കൊറിയൻ ഫാൻസ് അല്ലെങ്കിൽ കൊറിയൻ സീരീസിനോട് അല്ലെങ്കിൽ കൊറിയൻ ആക്ടേഴ്സിനോട് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ട്. ആ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഈ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ, അല്ലെങ്കിൽ അതെങ്ങനെ പൊങ്ങി വരും? ശരിക്കും പറഞ്ഞാൽ ശാരിക, ഇവിടെ സിനിമ എന്ന് പറയുന്നത് മാത്രമാണോ പ്രശ്നം? വീണ്ടും മാർക്കോയെ കോർണർ ചെയ്യപ്പെടുകയല്ലേ? ശരിക്കും യഥാർത്ഥത്തിൽ ആ സിനിമയെ കുറിച്ച് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞു കഴിഞ്ഞു, അതിന് പിൻവാങ്ങാൻ പറ്റുന്ന അത്രയും സ്റ്റേറ്റ്മെന്റ്സ് അവർ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും പിന്നെയും എന്തുകൊണ്ടാണ് മാർക്കോയെ മാത്രം? കാരണം എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഈ OTT സിനിമകളൊന്നും കാണാത്തൊരു കാലത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നത് ന്യായം. ഒരു സിനിമ തിയേറ്ററിൽ വരുന്നു, അത് പിന്നെ അതിന് കുറെ, പിന്നെ അതുപോലെ ഈ പറയുന്ന പോലെ മാർക്കോ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചു എന്ന് പറഞ്ഞു, അതും ആയിക്കോട്ടെ, അതൊക്കെ ഓരോ കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ മാർക്കോയെ പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. മാർക്കോയെ കോർണർ ചെയ്തുകൊണ്ട് അത് മനഃപൂർവ്വം ആ ഒരു പർട്ടിക്കുലർ ടീമിന് അവരുടെ ആ ഒരു വിജയത്തെ തല്ലിക്കെടുത്താനുള്ള പ്രവണതയല്ലേ കാണിക്കുന്നത്. ശരിയാണ്, അവരുടെ കഷ്ടകാലത്തിന് മാർക്കോയോടനുബന്ധിച്ച് മാർക്കോയുടെ റിലീസിന് ശേഷം കുറേയധികം കൊലപാതകങ്ങൾ ഈ നാട്ടിലുണ്ടായി. പക്ഷെ മാർക്കോയ്ക്ക് മുമ്പ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതിനു മുമ്പും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നെ അറുത്ത് തിന്നുക, മുറിച്ച് തിന്നുക, ഫ്രിഡ്ജിൽ വെച്ച് കാലങ്ങളോളം തിന്നി, ഇതെല്ലാം കൊലപാതകങ്ങളും റേപ്പുകളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മുടക്കവും ഇല്ലാതെ, ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ഒരു മുടക്കവും ഇല്ലാതെ നടക്കുന്നുണ്ട് എവറി ഡേ ബൈ. ശാരിക, അതായത് ഈ കണ്ട കൊലപാതകങ്ങൾ എല്ലാം റിയാലിറ്റിയിൽ നടക്കുന്നതിനെ പ്രചോദനമാക്കിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ സിനിമകൾ സീരിയസ്ലി. അപ്പൊ അത് പക്ഷേ തുറന്നു കാണിക്കുമ്പോൾ അത് നാടിനെ ഇൻഫ്ലുവൻസ് ശരിയാണ്.
ശരിയാണ്, സിനിമയ്ക്ക് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു സിനിമ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ കാണിക്കുന്ന ക്രൈമുകൾ കൊണ്ട് മാത്രമാണോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരു സിനിമ എന്നത് സിനിമ മാത്രമായി കാണാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ ആരുടെ കുഴപ്പമാണ്, അല്ലേ ശരി? അത് ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന പോലെ ഈ കൊറിയൻ സിനിമകൾ അഡിക്റ്റ് ആയ ഒരു സമൂഹമാണ് നമ്മുടെ ഉള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണ്ടേ. കെ ബാൻഡിനും കെ സീരീസുകൾക്കും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ്, ഒരു ജനറേഷനാണ് നമ്മൾ ജീവിക്കുന്നത്. 90s കിഡ്സിന്റെയും 80s കിഡ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. അവർക്ക് അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ജനറേഷൻ ഒരിക്കലും അതിലൊന്നും അഡിക്റ്റ് ആവില്ല. ബിക്കോസ് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് റിയൽ ഏതാണ്, റീൽസ് ഏതാണെന്നുള്ളത്. പക്ഷേ അതില്ലാത്ത, ശരിക്കും പറഞ്ഞാൽ 2000 കഴിഞ്ഞുള്ള ആൽഫ കിഡ്സ്, ഇപ്പൊ എന്റെയൊക്കെ മോളുടെയൊക്കെ പ്രായത്തിലുള്ള 2010 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡിജിറ്റൽ വേൾഡിലേക്കാണ് പിറന്നു വീണത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിഞ്ഞുകൂടാ റിയൽ ഏതാണെന്ന്. അവരെപ്പോഴും ഒരു റിയൽ വേൾഡാണ്. ഇവൻ എന്റെ മോൾക്ക് 9 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ അവളും ഒരു റിയൽ വേൾഡിലാണ് ജീവിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർക്ക് മൊബൈൽ ഫോണുകൾ അവൈലബിൾ ആണ്. അതെ, മറ്റു നമ്മുടെയൊക്കെ ജനറേഷനിൽ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് വളരെ വിരളമാണ്. പേരൻസിന്റെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു നോർമൽ സാധാ ബേസിക് ഫോൺ ഉണ്ടെങ്കിലുണ്ട്. ഈ ഒരു അന്ന് അതിനൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷം അന്നൊക്കെ ടി-വിയിൽ വന്നുകൊണ്ടിരുന്നുള്ളൂ അല്ലെ? അടുത്ത ഓണത്തിനെങ്കിലും കാണാൻ. അതെ അതെ, എല്ലാവർക്കും ഒന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് ചേഞ്ചസ് വന്നു. നല്ല ചേഞ്ചസിനെ നമ്മൾ അംഗീകരിക്കുന്നു. അത് എല്ലാവരും ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കണ്ട പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊന്നുമല്ല. ഈ മാർക്കോ, ശാരികയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഈ മാർക്കോ എന്ന സിനിമയെ, മാർക്കോ റിലീസ് ചെയ്യുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ക്രൈമുമായിട്ട് നമ്മൾ ഏത് പരിധി വരെ നമുക്ക് ബന്ധിക്കാൻ പറ്റും? എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്ക്, ഞാൻ ആസ് എ പേഴ്സണൽ വ്യൂ പോയിന്റ് ആണെങ്കിൽ ഒരു എന്തിലും ഞാൻ അതിനെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്കോ ഒരു കലാരൂപം മാത്രമാണ്. ഇതുവരെ മലയാള സിനിമ എടുത്തു വെച്ചിട്ടില്ലാത്ത ഒരു ഭയങ്കര ഡയർ ആയിട്ടുള്ള ഒരു മൂവി ശകലം. ആ മൂവി ശകലത്തിൽ അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഇതിനകത്ത് വയലൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന പോലെ കെയ്തി പോലുള്ള മൂവികളിൽ, ഒരുപാട് തമിഴ് സിനിമകൾ, സുബ്രഹ്മണ്യപുരത്തിൽ വരെ കാമുകന്റെ തലയെറുത്തുകൊണ്ട് പാറയെ വെക്കുന്ന ഒരു സീൻ വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മൂവീസിൽ പിന്നെ ഈ പറയുന്ന സോ കോൾഡ് തമിഴ് മൂവികളിലൊക്കെ എല്ലാത്തിനും അത്യാവശ്യം വയലൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ വയലൻസ് ഉണ്ട്. ഹിറ്റായ സിനിമകളിലൊക്കെ വയലൻസ് ഉണ്ട്. അതൊന്നും പ്രൊമോട്ട് ചെയ്യാതെ മലയാളത്തിൽ ശരിയാണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഒരു വയലന്റ് മൂവി ഇത് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയതായ കഥയല്ല. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ കൊറിയൻ സീരീസ് കണ്ട് അഡിക്റ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് കണക്കിന് അഡിക്റ്റ് ആയി കാണുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. അതായത് 10th-ലും +2-ലും അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർക്ക് കൊറിയൻ സീരീസ്, അവർക്ക് ഡിസ്കഷൻ, ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് വരെ അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ ഡ്രാമയെ കുറിച്ചാണ്. ഇവൻ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം എടുത്ത് പറഞ്ഞാൽ എൻ്റെ മോള് പോലും കൊറിയൻ ഡ്രാമയുടെ ആരാധികയാണ്. എന്താ ഗോബ്ലിനോ എന്ന് പറഞ്ഞൊരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ അവള് എന്തെങ്കിലും ഉപ്പുമുളക് എന്ന് കാണുന്ന കാര്യം, അമ്മ ഞാൻ ഇച്ചിരി നേരം കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അമ്മ എനിക്ക് ഗോബ്ലിൻ സീരീസ് വെച്ചു, വെറും 3ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഞാൻ വഴക്കിടും. ഞാൻ ചോദിക്കും അത് വയലൻസ് അല്ല, ഇറ്റ്സ് റൊമാൻറ്റിക് ആണ്. ഞാൻ നിനക്ക് എന്തറിയാം? അല്ല എനിക്ക് ഗോബ്ലിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുഞ്ഞുങ്ങളെ ആ കൊറിയൻ ഡ്രാമകൾ വല്ലാതെ, കുഞ്ഞുങ്ങളെ എന്നല്ല ഈ ജനറേഷനെ ആ കൊറിയൻ ഡ്രാമയിലെ ആ നായകനാണോ അതോ അവരുടെ ആ ഒരു പശ്ചാത്തലമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തോ ഒരു പ്രത്യേകത ഈ കൊറിയൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള, കൊറിയൻ പശ്ചാത്തലമുള്ള സീരീസുകൾക്കും സിനിമകൾക്കും ഉണ്ട്. അത് വയലൻസ് ആയാലും റൊമാൻസ് ആയാലും ഫാമിലി ആയാലും അതിന് ആരാധകർ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ തൊട്ട് അത്യാവശ്യം 2010-2000 കുട്ടികൾ ഉൾപ്പെടെ ആ ഒരു ജനറേഷനുള്ള യുവത്വം ഇതിനെ വല്ലാതെ അഡിക്റ്റ് ആവുന്നതിന്റെ ഉദാഹരണമാണ്. അല്ലാതെ മാർക്കോ കണ്ടതുകൊണ്ടല്ല. മാർക്കോ സിനിമയിലെ സീൻസ് പോലും പല കൊറിയൻ സിനിമകളിൽ നിന്നും പല ഇന്റർനാഷണൽ സിനിമയിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. അല്ലാതെ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സീൻ. മാർക്കോ കണ്ടുപിടിച്ച സീനുകളല്ല ഇതൊന്നും. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും കുഞ്ഞുങ്ങളെ തലിച്ചതയ്ക്കുന്നതും ഈ പറയുന്ന പോലെ ഗർഭിണികളുടെ സീനും ഒക്കെ, ഇതിനും വലിയ വൃത്തികെട്ട സീനുള്ള സിനിമകളുണ്ട്. വേണമെങ്കിൽ പേര് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ ഞാനത് പറയുന്നില്ല. കാരണം ഞാനും അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കൗതുകത്തിന്. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ഇതിൽ അഡിക്റ്റ് ആയി പോയില്ലല്ലോ. അതാണ് റീലും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതെന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? യഥാർത്ഥത്തിൽ ഈ സിനിമ കാണുമ്പോൾ ഇത്രയും വയലൻസ് ആണ് ഇല്ല എന്ന് പറയുന്നില്ല, വയലൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വയലൻസ് കണ്ടിട്ട് ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന, ക്രോധം അടക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ സിനിമ കാണുമ്പോൾ. അത് കണ്ടിട്ട് വീണ്ടും ഇറങ്ങി അതുകൊണ്ടാണ് സമൂഹത്തിൽ, ഒരിക്കലും അല്ല, ഈ ക്രൈംസ് ചെയ്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്യുന്ന ആരാണോ, അത് പ്രായഭേദമന്യേ ആരാണോ, അവർ ഉറപ്പായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് തനിക്കിത് ചെയ്യണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്യുന്നത്. അല്ലാതെ അത് സിനിമ കൊണ്ട് മാത്രം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. സംടൈംസ് ചില എഴുത്തുകാരുടെ തലയിൽ ഉദിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അവരൊരു പക്ഷേ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും സിനിമയെ മാത്രമായിട്ട് നമുക്ക് കോർണർ ചെയ്ത് കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലേ? അതെ അതെ, കാരണം മാർക്കോ പോലുള്ള അങ്ങനെ മാർക്കോയെ കോർണർ ചെയ്യുന്നവർ എന്തുകൊണ്ട് കെ സീരീസിനെ കോർണർ ചെയ്യുന്നില്ല? കൊറിയൻ ഡ്രാമകളുടെ നിരോധിക്കണം, ഇന്ത്യയിൽ നിരോധിക്കണം. എന്തുകൊണ്ടാണ് മറ്റ് പല നാടുകളിൽ നിരോധിച്ച സിനിമകൾ ഇന്ത്യയിലോടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരുകൾ തന്നെയാണ്. അത് കേന്ദ്രമായാലും സ്റ്റേറ്റ് ആയാലും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. OTTയിലെ മൂവികൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുക. അഡൽട്സ് ഓൺലി മൂവികൾ അത് OTTയിൽ ഇന്ന കുട്ടികളുടെ ആധാർ കാർഡ് വെച്ചാൽ മാത്രമേ അത് അവർക്ക് അവരുടെ മൊബൈൽ ഫോണും കാണാൻ പറ്റത്തുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ സീരീസുകളുടെ ഇൻഫ്ലുവൻസ് പൂർണ്ണമായിട്ടും നിലയ്ക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മാർക്കോ ഇവിടെ ഒരു തെറ്റും, ഈ കുറ്റകൃത്യങ്ങളിൽ മാർക്കോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് മനഃപൂർവ്വം ആ ഒരു അണിയറ പ്രവർത്തകരെ ഇനി സെക്കൻഡ് പാർട്ട് എടുക്കണമെങ്കിൽ അത് നീ അങ്ങനെ വിജയിക്കേണ്ട എന്ന മട്ടിൽ ചില പൊറാട്ട് നാടകങ്ങളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നതെന്നാണ് എനിക്കിത് വല്ലാതെ ഫീൽ ചെയ്യുന്നത് പൗർണമി. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്താതെ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ സമൂഹത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതല്ല കടന്ന് പറയേണ്ടത്. പകരം എല്ലാ കാര്യത്തിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ വരുത്തണം.